അപ്പോൾ നമ്മൾ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, പൗരത്വത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന അധികമൊന്നും ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. 5 മുതൽ 8 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പറയുന്നുണ്ട്. മൈഗ്രേഷൻ വഴി, അല്ലെങ്കിൽ ആദ്യമേ ഡൊമിസൈൽ, ഇന്ത്യയിൽ ജനിച്ചു വളർന്നു, ഇന്ത്യയിൽ ഡൊമിസൈൽ സ്റ്റാറ്റസ് ഉള്ളതിൻ്റെ പേരിൽ ഇന്ത്യക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെന്താണ്, മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വന്നവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ പോയി മടങ്ങി വന്നവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇനി അതല്ല, രജിസ്ട്രേഷൻ്റെ രൂപത്തിലും പൗരത്വം. ഇതാണ് യഥാക്രമം 5 തൊട്ട് 8 വരെയുള്ള അനുച്ഛേദങ്ങൾ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 50-ന് ശേഷം ആർക്കാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പൗരത്വം നേടേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് പൗരത്വം നൽകുന്നതെന്നും പൗരത്വം നേടേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊന്നും നമ്മുടെ ഭരണഘടനയിൽ എന്തില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഭരണഘടന എന്താ ചെയ്തിരിക്കുന്നത്? അനുച്ഛേദം 11 പ്രകാരം, ആർട്ടിക്കിൾ 11 പ്രകാരം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിനെ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആർട്ടിക്കിൾ 11 പ്രകാരം രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനായ ആർട്ടിക്കിൾ 11 പ്രകാരം നമ്മുടെ രാജ്യത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടെ പറയാറുണ്ട്, പല ഫണ്ടമെന്റൽ റൈറ്റ്സിനും എഫക്റ്റ് നൽകുന്നത്, അതിനെ പ്രവൃത്തിയിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് അതിന് ഊന്നൽ നൽകിക്കൊണ്ട് നടത്തിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണെന്ന് പറയാറുണ്ട്. സമാനമായ രീതിയിൽ ആർട്ടിക്കിൾ 11 വഴി നമ്മുടെ ഭരണഘടന പാർലമെന്റിന് ഉത്തരവാദിത്തം നൽകിയിരിക്കുകയാണ് ഇന്ത്യയിലെ പൗരത്വം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് 1950-ന് ശേഷം ഇന്ത്യക്കാർക്ക് പൗരത്വം ലഭിക്കുന്നത് എത്ര മാർഗങ്ങളിലൂടെയാണ്? 5 മാർഗങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ്? ബൈ ബർത്ത് ഇന്ത്യക്കാർക്ക് പൗരത്വം ലഭിക്കും. ഓക്കെ, ആ ബർത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എന്താണ്? ജസ് സാങ്കുനി എന്ന് പറയുന്ന, അതായത് റൈറ്റ് ഓഫ് ബ്ലഡ് എന്ന് പറയും. റൈറ്റ് ഓഫ് ബ്ലഡ്, ജസ് സാങ്കുനിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അടുത്തത് ബൈ ഡിസെൻഡ് ഇന്ത്യക്കാർക്ക് പൗരത്വം ലഭിക്കും. അടുത്ത 3-മത്തെ ഏതാണ്? ബൈ രജിസ്ട്രേഷൻ. 4-മത്തെ ഏതാണ്? 4-മത്തത് ബൈ നാച്ചുറലൈസേഷൻ. 5-മത്തെ ഏതാണ്? 5-മത്തത് അക്വിസിഷൻ ഓഫ് ഫോറിൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ ഓഫ് ഫോറിൻ ടെറിട്ടറീസ്. ഇങ്ങനെ 5 മാർഗത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ അവർക്ക് പൗരത്വം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, പ്ലീസ് പേ അറ്റൻഷൻ. ഇന്ത്യൻ പൗരന്മാരെ അവർക്ക് പൗരത്വം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് നാച്ചുറൽ ബോൺ സിറ്റിസൺസ് എന്നും അടുത്തത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. 2-മത്തത് നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ് എന്നും. നാച്ചുറൽ ബോൺ സിറ്റിസൺസും ഉണ്ട്, നാച്ചുറലൈസ്ഡ് സിറ്റിസൺസും ഉണ്ട്. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതൊന്ന് എഴുതിയെടുത്ത് പോയേ. നാച്ചുറൽ ബോൺ സിറ്റിസൺസും ഉണ്ട്, നാച്ചുറലൈസ്ഡ് സിറ്റിസൺസും ഉണ്ട്. ഓക്കെ, എന്താണ് നാച്ചുറൽ ബോൺ സിറ്റിസൺസ്? നാച്ചുറൽ ബോൺ സിറ്റിസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ബർത്ത്, ബൈ ഡിസെൻഡ്, ഇൻകോർപ്പറേഷൻ ഓഫ് ഫോറിൻ ടെറിട്ടറി. ഇതിനെ 1, 2, 3, 4, 5 എന്ന് ഞാൻ രേഖപ്പെടുത്തുകയാണെങ്കിൽ ആരൊക്കെയാണ് നാച്ചുറൽ ബോൺ സിറ്റിസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 5 ബൈ ബർത്ത്, ബൈ ഡിസെൻഡ്, ഇൻകോർപ്പറേഷൻ ഓഫ് ഫോറിൻ ടെറിട്ടറി. ഈ നിലയ്ക്ക് പൗരത്വം കിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നാച്ചുറൽ ബോൺ സിറ്റിസൺസ് എന്ന് വിളിക്കുന്നത്. നാച്ചുറൽ ബോൺ സിറ്റിസൺസ് എന്ന് വിളിക്കുന്നത്. സോ വാട്ട് അബൌട്ട് നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ്? നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ബൈ നാച്ചുറലൈസേഷൻ. രജിസ്ട്രേഷൻ മാർഗമോ നാച്ചുറലൈസേഷൻ വഴിയോ ഇന്ത്യൻ പൗരത്വം നേടിയ ആൾക്കാരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ് വിളിക്കുന്നത്. India is actually not distinguishing between natural born citizens or naturalized citizen. അവരെ അങ്ങനെ വേർതിരിച്ച് കാണുന്നൊന്നുമില്ല. പക്ഷേ അമേരിക്കയിൽ ഇവർക്കിടയിൽ ഒരു വേർതിരിവുണ്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ, പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ബോൺ സിറ്റിസൺസിന് മാത്രമേ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ, പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ നാച്ചുറൽ ബോൺ ആയാലും കുഴപ്പമില്ല, നാച്ചുറലൈസ്ഡ് ആയാലും കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ രാവിലത്തെ സെഷനിൽ തന്നെ പറഞ്ഞു, ശരിക്കും പൗരത്വം 2 രീതിയിലേ ഉള്ളൂ. എന്താണ്? ജന്മം കൊണ്ടും പൗരത്വം കിട്ടാം, രജിസ്ട്രേഷൻ വഴിയും പൗരത്വം കിട്ടാം. ഒന്ന് പറഞ്ഞേ, എൻ്റെ ഒപ്പം എല്ലാവരും ഒന്ന് പറഞ്ഞേ. ജന്മം കൊണ്ടും പൗരത്വം കിട്ടാം, രജിസ്ട്രേഷൻ വഴിയും പൗരത്വം കിട്ടാം. ജന്മം കൊണ്ട് പൗരത്വം കിട്ടുന്നതിന് ഒന്നുകിൽ ഇന്ത്യ ജനിക്കണം, അല്ലെങ്കിൽ വിദേശത്ത് ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി രജിസ്ട്രേഷൻ വഴി പൗരത്വം കിട്ടുന്നത് എങ്ങനെയാ? ഇന്ത്യയായിട്ട് ബന്ധമുള്ളവർക്ക് കൊടുക്കുന്ന പൗരത്വമാണ് രജിസ്ട്രേഷൻ. ഇന്ത്യയായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധം കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് പൗരത്വം നേടാനുള്ള മാർഗമാണ് നമ്മുടെ പൗരത്വ നിയമത്തിൽ 55 പൗരത്വ നിയമം 55 പറഞ്ഞിരിക്കുന്ന രജിസ്ട്രേഷൻ.
എന്താണ് പൗരത്വ നിയമം 55-ലെ രജിസ്ട്രേഷന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണ്? രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന വ്യക്തിക്ക് ഇന്ത്യയായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധം ഉണ്ടായിരിക്കണം, സ്പൗസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ഭാര്യയോ ഭർത്താവോ ഇന്ത്യക്കാരനായിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യക്കാരിയായിരിക്കണം. OCI കാർഡ് ഹോൾഡറിന്റെ മകനോ മകളോ ഗ്രാൻഡ് ചൈൽഡോ ഗ്രാൻഡ് ചിൽഡ്രനോ ആയിരിക്കും, മീൻസ് ഗ്രാൻഡ് ഡോട്ടറോ ആയിരിക്കണം. പിന്നെന്താണ്? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ വംശജൻ്റെത് ആയിരിക്കണം, ഇന്ത്യൻ വംശജന്റെ മകനോ മകളോ അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് ചൈൽഡോ ആയിരിക്കണം, ഗ്രാൻഡ് ഡോട്ടറോ ഗ്രാൻഡ് ചൈൽഡോ ഒക്കെ ആയിരിക്കണം. പിന്നെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഉൾപ്പെട്ടൊരു വ്യക്തിയാണെങ്കിലും ബൈ രജിസ്ട്രേഷൻ കൊടുക്കും. അപ്പോൾ ബൈ രജിസ്ട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ സോണിയാഗാന്ധി ഇമാജിൻ ചെയ്യാൻ പറഞ്ഞു. സോണിയാഗാന്ധിയുടെ ഹസ്ബൻഡാണ് ആര്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി കാരണം ആ സ്പൗസ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ടാണ് അവർക്ക് രജിസ്ട്രേഷനിലൂടെ പൗരത്വം കിട്ടിയത്. ആർ യു ഗെറ്റിംഗ് മീ? മനസ്സിലാവുന്നുണ്ടോ? സോ അതാണ് രജിസ്ട്രേഷൻ. ഇനി നാച്ചുറലൈസേഷനും ഒരു രജിസ്ട്രേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3ഉം 4ഉം എന്താണ്? നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ് ആണ്. പക്ഷേ 3 4 എങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം? 3 രജിസ്ട്രേഷൻ ആണ് എങ്കിൽ 4 രജിസ്ട്രേഷൻ ആണ്, പക്ഷേ ഇന്ത്യയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾക്കാണ് എന്ത് കൊടുക്കുന്നത്? നാച്ചുറലൈസേഷൻ. ഇന്ത്യയായിട്ട് ഒരു ബന്ധമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മേൽ പറഞ്ഞ ബന്ധങ്ങളൊന്നും കാണത്തില്ല. സ്പൗസ് വഴിയോ OCI കാർഡിന്റെ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ OCI കാർഡ് ഹോൾഡർ വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കോമൺവെൽത്ത് രാജ്യങ്ങൾ വഴിയോ ഒന്നും ഒരു ബന്ധമില്ലാത്ത വ്യക്തിക്ക് രജിസ്ട്രേഷൻ വഴി പൗരത്വം കൊടുക്കുന്നതിനെയാണ് നമ്മൾ നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? IOFT എന്ന് പറഞ്ഞ ഇൻകോർപ്പറേഷൻ ഓഫ് ഫോറിൻ ടെറിട്ടറി. എന്താണ് ഇൻകോർപ്പറേഷൻ ഓഫ് ഫോറിൻ ടെറിട്ടറി? നാച്ചുറലൈസേഷൻ ഉദാഹരണമായിട്ട് മദർ തെരേസയെ ഓർക്കുക. അടുത്തതാണ് IOFT, എന്താണ്? ഇൻകോർപ്പറേഷൻ ഓഫ് ഫോറിൻ ടെറിട്ടറി. നമ്മളൊരു ഫോറിൻ ടെറിട്ടറി എന്താണ് ഇന്ത്യയുടെ ഭാഗമാക്കുന്നത് വഴി അവിടെയുള്ള ആൾക്കാർ ഇന്ത്യൻ പൗരന്മാരായിട്ട് മാറും. അവരെയും പ്രത്യേകം ഓർത്തോ നാച്ചുറൽ ബോൺ സിറ്റിസൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവരെയും എന്തായിട്ടാണ് കണക്കാക്കുന്നത്? നാച്ചുറൽ ബോൺ സിറ്റിസൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, എന്തല്ല നാച്ചുറലൈസ്ഡ് അല്ല. ഇത്രയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയാം. നാച്ചുറൽ ബോൺ സിറ്റിസൺസ്, നാച്ചുറലൈസ്ഡ് പറയും. ഈ പ്രയോഗം ഒന്ന് ഓർത്തിരുന്നോണം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ 1955-ലെ പൗരത്വ നിയമപ്രകാരം 1955-ലെ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം പൗരത്വം നഷ്ടപ്പെടുന്നത് ഏതൊക്കെ മാർഗത്തിലാണ്? 3 മാർഗത്തിൽ ഒരാൾക്ക് പൗരത്വം നഷ്ടപ്പെടാം. 3 മാർഗത്തിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടപ്പെടാം. റെനൻസിയേഷൻ വഴി പൗരത്വം നഷ്ടപ്പെടാം, ടെർമിനേഷൻ വഴി പൗരത്വം നഷ്ടപ്പെടാം, ഡെപ്രിവേഷൻ വഴി പൗരത്വം നഷ്ടപ്പെടാം. റെനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിത്യജിക്കുക എന്നാണ് മലയാളം. എന്താണ്? പരിത്യാഗം, അല്ലെങ്കിൽ നമ്മൾ തന്നെ വേണ്ടാന്ന് വെക്കുക. വോളണ്ടറിലി നമ്മൾ എന്ത് ചെയ്യുന്നു? വോളണ്ടറിലി നമ്മൾ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലായിരിക്കും ഒരു വ്യക്തി ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യുന്നത്? ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, സെലിബ്രിറ്റീസ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ വിചാരിക്കുന്ന പലരും ഒരു ഇന്ത്യയിലുണ്ട്. ബിക്കോസ് ദേ ആർ ഓൾ OCI കാർഡ് ഹോൾഡേഴ്സ്. OCI കാർഡ് ഹോൾഡേഴ്സ് ആയതുകൊണ്ട് അവർക്ക് വോട്ടവകാശം ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി സ്വത്ത് വാങ്ങാനും ഇന്ത്യയിൽ മറ്റേതൊരു പൗരനെ പോലെയും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ മുമ്പ് ഇന്ത്യക്കാരായിരുന്നു. അവർ ഇന്ത്യൻ പൗരത്വം ഫോർഗോ ചെയ്ത ശേഷം കനേഡിയൻ സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ UK സിറ്റിസൺഷിപ്പോ ഒക്കെ എടുത്ത വ്യക്തികളാണ് അവർ. അപ്പം അവർക്ക് കൊടുക്കുന്ന ഒരു കാർഡാണ് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. പക്ഷെ അവർക്ക് എന്തില്ല? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനും OCIയും കൂടെ മെർജ് ചെയ്ത് ഇപ്പോൾ OCI കാർഡ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. OCI കാർഡ് ഹോൾഡേഴ്സിന് ഇവിടെ വോട്ടവകാശം ഇല്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഈ പറയുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യാം, സ്വത്തുകൾ വാങ്ങാം, കൃഷി ചെയ്യാം, എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യും? സ്വമേധയാ, അതിനാണ് നമ്മൾ പറയുന്നത് വോളണ്ടറിലി അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് എന്ത് ചെയ്യും? പൗരത്വം ത്യജിക്കും, പൗരത്വം വേണ്ടാന്ന് നോക്കും. അപ്പോൾ പൗരത്വം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു മാർഗ്ഗമാണത് റിനൻസിയേഷൻ. കാരണം ഇന്ത്യ എന്ത് അനുവദിക്കുന്നില്ല? ഇന്ത്യ ഈ പറയുന്നത് പോലെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കുന്നില്ല. അതാണ് റിനൻസിയേഷൻ. ഇനി വാട്ട് അബൌട്ട് ടെർമിനേഷൻ? ടെർമിനേഷനും ഡിപ്രിവേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഓർത്തിരുന്നു, ഡിപ്രിവേഷൻ ഈസ് ആപ്ലിക്കബിൾ only to naturalized citizens. Deprivation is applicable only to naturalized citizens. ആർക്ക് മാത്രമാണ് ഡെപ്രിവേഷൻ ആപ്ലിക്കബിൾ ആകുന്നത്? നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ള പൗരന്മാർക്ക് മാത്രമാണ് ഡെപ്രിവേഷൻ ആപ്ലിക്കബിൾ ആവുന്നത്. നാച്ചുറലൈസ്ഡ് സിറ്റിസൺസിന് മാത്രമാണ് ഡെപ്രിവേഷൻ ആപ്ലിക്കബിൾ ആവുന്നത്. സോ ഇത് രണ്ടും ഇൻവോളണ്ടറി ആയിട്ട് പൗരത്വം നഷ്ടപ്പെടുന്ന കേസാണ് ടെർമിനേഷനും ഡെപ്രിവേഷനും. ടെർമിനേഷന്റെ സാഹചര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ബൈ നാച്ചുറലൈസേഷൻ, രജിസ്ട്രേഷൻ, അതർവൈസ് വോളണ്ടറിലി അക്വയർസ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് അനദർ കൺട്രി ഷാൾ upon such acquisitions cease to be a citizen of India. This provision, however, does not apply during a war in which India is engaged. ശ്രദ്ധിച്ച് അവർ പറയുന്നത് എന്താണ്? ഒരു വ്യക്തി നമ്മളെ അറിയിക്കാതെ, രാജ്യത്തെ അറിയിക്കാതെ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുന്നു. ഇത് ഇന്ത്യ ഗവൺമെൻറ് അറിയുന്ന മുറയ്ക്ക് ഈ വ്യക്തിയുടെ എന്ത് നമ്മൾ ടെർമിനേറ്റ് ചെയ്യും? ഈ വ്യക്തിയുടെ പൗരത്വം ടെർമിനേറ്റ് ചെയ്യും. ഈ വ്യക്തിയുടെ പൗരത്വം എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും.
മനസ്സിലാവുന്നുണ്ടോ? ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, കാരണം എന്താണ്? ഇന്ത്യ ഈസ് നോട്ട് ഓഫറിംഗ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ദിസ് പേഴ്സൺ ഹാസ് നോട്ട് യെറ്റ് സറണ്ടേർഡ് ഹിസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അയാൾ ഫോർഗോ ചെയ്തിട്ടില്ല. അത് നമ്മൾ തിരിച്ചറിയുന്ന മുറയ്ക്ക് അയാളുടെ എന്ത് നഷ്ടപ്പെടും? അയാളുടെ സിറ്റിസൺഷിപ്പ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ വോളണ്ടറി ആയിട്ട്, ശ്രദ്ധിച്ച്, വോളണ്ടറി ആയിട്ട് വേണമെങ്കിൽ ഈ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കാം. ഇനി ഗവൺമെൻറ് മറ്റൊരു സിറ്റിസൺഷിപ്പ് നേടിയ ഒരാളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാം. അടുത്തതാണ് ഡെപ്രിവേഷൻ. ഡെപ്രിവേഷൻ എന്ന് കേൾക്കുമ്പോൾ ഇറ്റ് ഈസ് അഗെയിൻ എ ടെർമിനേഷൻ, പക്ഷേ ഇറ്റ് ഈസ് എ കമ്പൾസറി ടെർമിനേഷൻ. അപ്പോൾ ഗ്രൗണ്ട്സ് ഓൺലി ദിസ് കമ്പൾസറി ടെർമിനേഷൻ ഈസ് ആക്ച്വലി വാറണ്ടഡ്. ഓക്കെ, ഇത് നാച്ചുറലൈസ്ഡ് സിറ്റിസൺസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണിത് ഡെപ്രിവേഷൻ. സോറി, ടെർമിനേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ബോണിനും നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ളവർക്കും ആപ്ലിക്കബിൾ ആണെന്ന് ടെർമിനേഷൻ. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാൾ ഒരു വിദേശ പൗരത്വം എടുക്കുകയും നമ്മൾ ഇന്ത്യ അറിയിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ടെത്തുന്ന മുറയ്ക്ക് അയാളുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കും, ടെർമിനേറ്റ് ചെയ്യും. എന്നാൽ ഡെപ്രിവേഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഇന്ത്യൻ ബോൺ സിറ്റിസൺസ് ഓർ നാച്ചുറൽ ബോൺ സിറ്റിസൺസ്. വൈ? ദിസ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ്. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ്. നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ്? ഈ പറയുന്നത് പോലെ രജിസ്ട്രേഷൻ മാർഗമോ നാച്ചുറലൈസേഷൻ മാർഗമോ പൗരത്വം എടുത്തവർക്കേ ഡെപ്രിവേഷൻ ഉണ്ടാവത്തുള്ളൂ. ഡെപ്രിവേഷൻ എന്താണ്? കമ്പൾസറി ടെർമിനേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആണ്. ശ്രദ്ധിച്ചേ, deprivation is applicable to a person who is a citizen of India by naturalization or by virtue of clause C of article 5 or by registration. The grounds of deprivation are, അത് പറഞ്ഞുതരാം, ജിതിൻ കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട്സ് വായിച്ചു നോക്കിയാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഡെപ്രിവേഷൻ എന്ന് പറയുന്ന കമ്പൾസറി ടെർമിനേഷൻ നാച്ചുറൽ ബോൺ സിറ്റിസൺസിന് ബാധകമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമത്തെ കണ്ടീഷൻ വായിച്ചേ. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഹാഡ് ബീൻ അക്വയർഡ് ബൈ എ പേഴ്സൺ ബൈ ഫ്രോഡ്, ഫോൾസ് റെപ്രസെൻറ്റേഷൻ ഓർ കൺസീൽമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ട്. ഇന്ത്യൻ പൗരത്വം രജിസ്ട്രേഷൻ വഴി ലഭ്യമാകുന്നത് ആർക്കും മാത്രമാണ്? ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്കും, പിന്നെ ഒന്ന് നാച്ചുറലൈസ് ചെയ്യുന്നവർക്കും. ഈ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നാച്ചുറലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഫ്രോഡോ അല്ലെങ്കിൽ ഫോൾസ് റെപ്രസെൻറ്റേഷനോ മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്റ്റ് മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ എന്താണ് ഫോർജറി, ഡോക്യുമെൻറ്റ്സ് ഫോർജ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പിന്നീട് കണ്ടെത്തുന്ന മുറയ്ക്ക് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ നാച്ചുറലൈസ്ഡ് ആവുകയോ ചെയ്തവരുടെ പൗരത്വം നമ്മൾ എന്ത് ചെയ്യും? റദ്ദാക്കും. അപ്പോൾ കണ്ടീഷൻ 1 ഇതാണ്, ഗ്രൗണ്ട് 1 ഇതാണ്. അവർ പൗരത്വം നേടിയതിൻ്റെ പിന്നിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ആ രേഖകളിൽ തിരിമറി നടത്തിയിട്ടുണ്ട് എങ്കിൽ, ഫ്രോഡ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ പൗരത്വം നഷ്ടപ്പെടും. അപ്പോൾ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് നോട്ട് ബൈ ബ്ലഡ് ഓർ നോട്ട് ബൈ സോയിൽ, ബൈ ബർത്തും ബൈ ഡിസെൻറ്റും ബൈ ബ്ലഡ് ഓർ ബൈ സോയിലാണ്. ഓക്കെ, അതല്ലാതെ പൗരത്വം കിട്ടുന്ന ആൾക്കാർ ആരൊക്കെയാണ്? രജിസ്ട്രേഷൻ, ഇന്ത്യയായിട്ട് ബന്ധമുണ്ടെന്നുള്ള രേഖകൾ സമർപ്പിച്ച് പൗരത്വം നേടുന്ന ആൾക്കാരാണ് ആര്? രജിസ്റ്റർ ചെയ്യുന്നവർ, അല്ലേ? അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എമിനൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുന്നത് വഴി നമ്മൾ സ്വീകരിക്കുന്ന ആൾക്കാരാണ് നാച്ചുറലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് ഈ പറയുന്ന രേഖകൾ ഇവരുടെ കറക്റ്റ് അല്ലെങ്കിലോ, അവർ രേഖകളിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിലോ, സോ ഇന്ത്യ ഗവൺമെൻറ് ഓർഡർ ഇറക്കി അവരെ കമ്പൾസറി ഇന്ത്യൻ പൗരത്വം ടെർമിനേറ്റ് ചെയ്ത് അവരെ പറഞ്ഞു വിടും. ഓക്കെ, രണ്ടാമത്തത്, the citizen has shown himself to be disloyal or disaffected towards the constitution of India. നമ്മൾ ഇന്ത്യൻ പൗരത്വം കൊടുത്തു, ഇന്ത്യയിലെ പൗരനാക്കി അല്ലെങ്കിൽ പൗരയാക്കി, പക്ഷേ they started behaving disloyal to our constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ അനുസരിക്കാതിരിക്കുക, അതിനെ അപമാനിക്കുന്ന രീതിയിൽ രാജ്യവിരുദ്ധമായിട്ട് പെരുമാറുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്നത് പോലെ അവരുടെ പൗരത്വം റദ്ദാക്കും. ഇതൊരു ഇന്ത്യക്കാരൻ ചെയ്താലോ? ഇന്ത്യക്കാരൻ ചെയ്ത് കഴിഞ്ഞാൽ അവനെ നോട്ട പ്രകാരം അറസ്റ്റ് ചെയ്ത് അകത്തിടും. ഓക്കെ, അവൻ്റെ പൗരത്വം പോകത്തില്ല. അവന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവൻ ചെയ്ത കുറ്റത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊക്കെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വരെയും കൊടുക്കും. ഓക്കെ, എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചെയ്ത കുറ്റത്തിനനുസരിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കും. അതിനൊപ്പം ഇവരെന്ത് ചെയ്യും? ഇവർ ഇന്ത്യൻ പൗരത്വം രജിസ്ട്രേഷൻ വഴിയോ നാച്ചുറലൈസേഷൻ വഴിയോ നേടിയവരാണ് എങ്കിൽ അവരുടെ പൗരത്വം റദ്ദാക്കും. കാരണം കൊടുത്ത പോലെ നമുക്ക് തിരിച്ചെടുക്കാനും അറിയാം. ഇപ്പോൾ 2 കേസിലും അത് ആരെ ബാധിക്കുന്നുള്ളൂ? രജിസ്ട്രേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ ഉള്ളൂ. മൂന്നാമത്തെ നോക്കേ, ദ സിറ്റിസൺ ഹാസ് unlawfully traded or communicated with an enemy or engaged in business with the enemy during any war in which India is engaged. ഇന്ത്യ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിൽ ഈ വ്യക്തി, ഇത്തരത്തിൽ പൗരത്വം കിട്ടിയ ഒരു വ്യക്തി അൺലോഫുള്ളായിട്ട് നമ്മുടെ വിവരങ്ങൾ വിനിമയം നടത്തുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രഹസ്യങ്ങൾ ചോർത്തി നൽകുകയോ ചെയ്തെന്ന്, അതായത് രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തു കഴിഞ്ഞാലും അദ്ദേഹത്തെ എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഈ പറയുന്നത് പോലെ പൗരത്വം റദ്ദാക്കും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് എന്താ പറയണ്ടേ, ഒരു കമ്പൾസറി ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് അവിടെ നമ്മൾ ചെയ്യും.
അതിനുശേഷമാണ് നമ്മൾ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്? The citizen has imprisoned for a term not less than 2 years in any country within 5 years of acquiring Indian citizenship by naturalization of or registration. നമ്മുടെ പൗരത്വം നമ്മൾ നൽകി സ്വീകരിച്ച ശേഷം, ഇത് കറക്റ്റാണ്, ഡയറക്റ്റ് പറയില്ലേ, നാച്ചുറലൈസേഷൻ രജിസ്ട്രേഷൻ. നാലാമത്തെ കണ്ടീഷൻ നോക്ക്, എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. നാച്ചുറലൈസേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മാർഗത്തിലൂടെ പൗരത്വം നേടിയ ശേഷം എന്ത് ചെയ്യുന്നു? വേറെ എവിടെയെങ്കിലും നാട്ടിൽ പോയിട്ട് ജയിലിലാവുന്നു. പൗരത്വം കിട്ടിയിട്ട് 5 കൊല്ലം പോലും തേഞ്ഞിട്ടില്ല, നേരെ പോയി സൗദി ജയിലിൽ കിടക്കുന്നു, 2 വർഷം അവിടെ ശിക്ഷിക്കുന്നു, മോട്ടിച്ചേരും. നാണക്കേടല്ലേ നമുക്ക്? നമ്മുടെ പൗരത്വം കൊടുത്ത് വിട്ടിട്ട് ഇവൻ കാരണം നമ്മുടെ രാജ്യത്തിന് അപമാനമല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസ് കേട്ടിൽ പൊക്കുന്നവന്മാരുടെ എന്ത് നഷ്ടപ്പെടും? പൗരത്വം നഷ്ടപ്പെടും. ഒന്ന് വായിച്ചു നോക്കിയാൽ, സിറ്റിസൺ ഹാസ് ബീൻ ഇംപ്രിസൺ ഫോർ എ ടേം നോട്ട് ലെസ് ദാൻ 2 years. 2 വർഷത്തിൽ കുറയാതെ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ 2 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് ശിക്ഷിക്കപ്പെടുക. മാത്രമല്ല, ഇവന് പൗരത്വം കൊടുത്തിട്ടുണ്ടാണ് 5 വർഷം തികഞ്ഞിട്ടുമില്ല എന്നുള്ള ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവുകയാണ് എങ്കിൽ അവൻ്റെ സിറ്റിസൺഷിപ്പ്, പൗരത്വം കമ്പൽസറി റദ്ദാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഏതിൽ? പൗരത്വ നിയമത്തിലാണേത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അല്ല, മറന്നു പോകരുത്. എന്താണ്? ആർട്ടിക്കിൾ 11 പ്രകാരം നമ്മുടെ ഭരണഘടന പാർലമെന്റിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പാർലമെന്റ് നിർമ്മിച്ച നിയമമാണെന്ത്? പാർലമെന്റ് നിർമ്മിച്ച നിയമമാണ് പൗരത്വ നിയമം എന്നുള്ളത്. ആ പൗരത്വ നിയമത്തിലെ പ്രൊവിഷനാണ് എങ്ങനെയൊക്കെയാണ് പൗരത്വം നഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അതിലെ കമ്പൽസറി ടെർമിനേഷൻ ആയിട്ടുള്ള ഡെപ്രിവേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞേ, ഇപ്പോൾ 1, 2, 3, 4 ഇതെല്ലാം ആർക്കാ ഇപ്പോൾ ബാധകം? കേൾക്കുമ്പോൾ തന്നെ അറിയത്തില്ല, ഇതൊരിക്കലും നാച്ചുറൽ ബോൺ സിറ്റിസൺസിന് ബാധകമല്ല. ഇത് ബാധകമായിട്ടുള്ള ആർക്ക് മാത്രമാണ്? നാച്ചുറലൈസേഷനും രജിസ്ട്രേഷനും. ഇതൊരു UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണിത്. അതായത് ഡിപ്രിവേഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു നാച്ചുറലൈസ്ഡ് സിറ്റിസൺ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? പറ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഡിപ്രിവേഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. കാരണം എന്താണ്? കാരണം ഈ ഗ്രൗണ്ട്സ് ആണ്. ഇനി 5ാമത്തെ ഗ്രൗണ്ട് കൂടെ നോക്കേ. The citizen has been ordinarily resident outside India for a continuous period of 7 years. അത് ശരി, ഇവിടെ പൗരത്വം കൊടുത്തിട്ട് ആൾ വിടില്ല, കണ്ടിന്യൂസ് ആയിട്ട് 7 കൊല്ലമായിട്ട് ആള് ഈ പറയുന്നത് പോലെ അറ്റ് ലാർജ് ആണ്, വെളിയിലാണ്. 7 കൊല്ലമായിട്ട് ആളുടെ പൊടി പോലും കാണാനില്ല. ഇങ്ങനെ ഒരാൾ എന്തിനാണ് പൗരത്വം കൊടുത്തിരിക്കുന്നത്? സോ ഈ കേസിലും പൗരത്വം രജിസ്റ്റർ ചെയ്ത് വാങ്ങി, അല്ലെ പൗരത്വം നാച്ചുറലൈസേഷനിലൂടെ കൊടുത്തു. പക്ഷെ ആള് ഓർഡിനറി റെസിഡന്റ് ഓഫ് ഇന്ത്യ അല്ല, ആൾ എവിടെയോ ആണ്. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ആളെ പറ്റി ഒരു വിവരമില്ല. അവനെയൊക്കെ തൂക്കിയെടുത്ത് വെളിയിൽ കളയും. ഓക്കെ, സോ ഇതാണ് ഡെപ്രിവേഷൻ അല്ലെങ്കിൽ കമ്പൽസറി ടെർമിനേഷൻ. ഇതാണ് ഡെപ്രിവേഷൻ അല്ലെങ്കിൽ കമ്പൽസറി ടെർമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്. ജിതിൻ രാവിലത്തെ സെഷൻ കണ്ടില്ലെങ്കിൽ പോയി കാണുക. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സിവിക്സ് ഭയങ്കര രസമുള്ള ഒരു ടോപ്പിക്കാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്രയും മതിയുടെ. ഇനി ഇതിനുള്ള ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കുക. ഒരൊറ്റ ക്വസ്റ്റിനെ ഡിഗ്രി പ്രിലിംസിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന് പറഞ്ഞേ, അമെൻമെൻറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് എത്ര അമെൻമെൻറ്റ് നടന്നിട്ടുണ്ടെന്ന് പറ. എത്ര ഭേദഗതി നടന്നിട്ടുണ്ട്? 1955 ഈ നിയമനിർമ്മാണം വന്ന ശേഷം 6 ഭേദഗതിയാണ് നടന്നിട്ടുള്ളത്. 1986 ആദ്യത്തെ ഭേദഗതി, 2019 6ാമത്തെ ഭേദഗതി നടന്നത്, 1st 6th. മൊത്തം 6 ഭേദഗതികളുണ്ട്. എല്ലാ ഭേദഗതികളും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പഠിക്കുക, അങ്ങനെയൊന്നും പഠിച്ചു വെക്കണ്ട. പിന്നെ നിങ്ങളുടെ ടൈമൊക്കെ നല്ലതാണെങ്കിൽ ചിലപ്പോൾ അതും ചോദിച്ചെന്നിരിക്കും. പക്ഷേ ആകെ ഇങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ സിറ്റിസൺഷിപ്പിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് വൈഡ് കവറേജ് ആണ് വേണ്ടത്. അപ്പോൾ എന്നാലും നിങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളെ എൻലൈറ്റൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്, ട്രിവിയൽ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പഠിക്കാനുള്ളൊരു പ്രേരണ ക്ലാസ്സിലിരിക്കുന്നത് വഴി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുക. ഡെയിലി 2 മണിക്കൂർ 3 മണിക്കൂർ, ചിലർക്കൊക്കെ ഇപ്പോഴും അതാണ് ബുദ്ധിമുട്ട്. എന്താണ് സാറേ 3 മണിക്കൂർ ക്ലാസ്, 4 മണിക്കൂർ ക്ലാസ്? നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഉറക്കം മാത്രം ഒന്ന് പിടിച്ചു നിർത്തിയാൽ മതി. നിങ്ങളല്ലാത്ത പക്ഷേ സ്വന്തം നിലയ്ക്ക് പഠിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ കൂടെ പഠിച്ചു പോകും. എന്നാൽ പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മാത്രം പോരെ. നിങ്ങൾ ആ രീതിയിൽ ഒരു അപ്രോച്ച് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ നോക്കാൻ നിൽക്കല്ലേ. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ എവിടെ നിൽക്കുന്നു നോക്ക്. പിന്നെ ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേറ്റഡ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമാണ്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് മേക്ക് മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സിൽ തന്നെ. ഇതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ പറ. പൗരത്വ ഭേദഗതിക്ക് സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ്സിൻ്റെയോ കൺസെൻറ്റ്, സ്പെഷ്യൽ മെജോറിറ്റിയും അപ്പോൾ പകുതി സംസ്ഥാനങ്ങളുടെ റാഷണൽ കൺസെൻറ്റും കിട്ടേണ്ട ആവശ്യമുണ്ടോ? എക്സാക്ട്ലി ശ്രീജു. അപ്പോൾ ടൈപ്സ് ഓഫ് മെജോറിറ്റി നമുക്ക് പഠിക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്ങിൻ്റെ മെജോറിറ്റി. പാർലമെൻറ്റിൽ, ലോക്സഭയിൽ ഈ 543 സീറ്റ് ഉള്ളതിൽ 200 പേരെ വന്നിട്ടുള്ളൂ. 200 പേര് വന്നു, അവർ വോട്ട് ചെയ്തു. അവിടുത്തെ സിമ്പിൾ മെജോറിറ്റി എത്രയാണ്? 101. അവിടുത്തെ സിമ്പിൾ മെജോറിറ്റി എത്രയാണ്? 101 വോട്ടാണ്. ഇനി വാട്ട് അബൌട്ട് സ്പെഷ്യൽ മെജോറിറ്റി? ഇവിടെ സിമ്പിൾ മെജോറിറ്റി തന്നെയാണ്, ഞാൻ പറഞ്ഞത് തന്നെയാണ്. പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ആണ് സിമ്പിൾ മെജോറിറ്റി.
ഇനി അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സിമ്പിൾ മെജോറിറ്റിയിൽ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആണ്. 453 543 പേരാണ് ലോക്സഭയിലുള്ളത്. 200 പേരെ പ്രസന്റ് ആയിട്ടുള്ളൂ. സിമ്പിൾ മെജോറിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ 200 പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 101 വോട്ട് വീഴുകയാണെങ്കിൽ സിമ്പിൾ മെജോറിറ്റി ആയി. അത്രേ ഉള്ളൂ. പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആണ് സിമ്പിൾ മെജോറിറ്റി. ഇനി വേറൊന്നാണ് അബ്സല്യൂട്ട് മെജോറിറ്റി. മെജോറിറ്റീസ് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. കാരണം നമ്മുടെ പാർലമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെജോറിറ്റീസ് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. വാട്ട് അബൌട്ട് അബ്സല്യൂട്ട് മെജോറിറ്റി? അബ്സല്യൂട്ട് ടോട്ടൽ സ്ട്രെങ്തിന്റെ പകുതിയിലധികം വേണ്ടത്. ഇപ്പം 543 ടോട്ടൽ സ്ട്രെങ്ത് എങ്കിൽ ആളുകൾ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആണോ നല്ല നോക്കുന്നത്. 543 പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും ഇവിടെ? 543 പകുതി എന്ന് പറയുമ്പോൾ 771 അല്ലേ? 540 142. അപ്പോൾ പോട്ടെ, 272 272 വേണം. 272 273 വേണം. ഇതാണ് അബ്സല്യൂട്ട് മെജോറിറ്റി. ഓക്കെ. അതുപോലെ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ കൺസെന്റ്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെജോറിറ്റി ഉണ്ട്. ഇതിൽ സിറ്റിസൺഷിപ്പ് ഭേദഗതിക്ക് അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ചെയ്യാൻ എന്ത് മതി? പഠിച്ചു വെച്ചോ. എന്ത് മതി? എ സിമ്പിൾ മെജോറിറ്റി. വളരെ എളുപ്പമാണ് പൗരത്വ ഭേദഗതി ചെയ്യാൻ. രണ്ട് സഭകളിലും സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ പൗരത്വ ഭേദഗതി സാധിക്കും. സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ പൗരത്വ ഭേദഗതി സാധിക്കും. ടൈപ്സ് ഓഫ് മെജോറിറ്റി അതിൻ്റെ ഭാഗം വരുമ്പം പറയാം. ഇപ്പം ഈ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ഓർത്തിരിക്കുക? സിറ്റിസൺഷിപ്പ് ഭേദഗതിക്ക്, പൗരത്വ ഭേദഗതിക്ക് എന്ത് മാത്രം മതി? സിമ്പിൾ മെജോറിറ്റി മതി. പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആയിരുന്നാൽ മതി. ഓക്കെ, അത് ഓർത്തിരിക്കുക. സിമ്പിൾ മെജോറിറ്റി മതി, പ്രസന്റ് ആൻഡ് വോട്ടിംഗ് മതി. അപ്പോൾ നമ്മൾ സിറ്റിസൺഷിപ്പ് എന്നുള്ള ചാപ്റ്റർ മടക്കുകയാണ്. യെസ് 2/3 മെജോറിറ്റി വേണ്ടുന്നത് സ്പെഷ്യൽ മെജോറിറ്റിയുടെ കേസിൽ. പക്ഷേ സ്പെഷ്യൽ മെജോറിറ്റിയിൽ അബ്സല്യൂട്ട് മെജോറിറ്റി പ്ലസ് 2 കണ്ടീഷനുണ്ട്. അബ്സല്യൂട്ട് മെജോറിറ്റിയും വേണം, 2/3 പ്രസന്റ് ആൻഡ് വോട്ടിങ്ങും വേണം. 2/3 ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിങ്ങും വേണം. ഇതിൻ്റെ ക്യുമുലേറ്റീവ് ആയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റീനെ അപ്രൂവ് ചെയ്യുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ഈ 2 ഫിഗേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ, ഈ 2 ബോക്സസ് ടിക്കായാൽ മാത്രമേ എന്തുള്ളൂ? സ്പെഷ്യൽ മെജോറിറ്റി ഉള്ളൂ. സ്പെഷ്യൽ മെജോറിറ്റിയിൽ സിമ്പിൾ മെജോറിറ്റി അല്ല എടുക്കുന്നത്. അബ്സല്യൂട്ട് മെജോറിറ്റിയും 2/3 പ്രസന്റ് ആൻഡ് വോട്ടിങ്ങുമാണ് എടുക്കുന്നത്. ഓക്കെ. സിമ്പിൾ മെജോറിറ്റി എടുത്തു കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് അബ്സല്യൂട്ട് മെജോറിറ്റി, അതായത് നമ്മുടെ സഭയുടെ ആക്ച്വൽ സ്ട്രെങ്ത് 543 ആണ്, അതിൻ്റെ പകുതിയിൽ കൂടുതൽ, അതാണ് അബ്സല്യൂട്ട് മെജോറിറ്റി പ്ലസ് 2/3 ഓഫ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട, നമ്മുടെ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് വരും. അതിൽ നിന്നുള്ള ക്വസ്റ്റിനും ഉണ്ട്. ഓക്കെ. അപ്പോൾ ടൈപ്സ് ഓഫ് മെജോറിറ്റി പറയുമ്പോൾ സിമ്പിൾ ഉണ്ട്, അബ്സല്യൂട്ട് ഉണ്ട്, സ്പെഷ്യൽ പ്ലസ് പകുതി സംസ്ഥാനങ്ങളുടെ കൺസെന്റ് വേണ്ടുന്ന കേസുകളുണ്ട്. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് മെജോറിറ്റീസ് നമ്മളിപ്പം നമ്മുടെ പാർലമെന്റിൽ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം.